ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സഞ്ജു സാംസന്റെ ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? ക്രിക്കറ്റ് എന്താന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ അച്ഛനും അമ്മയും പറയും, പിന്നെ ഇപ്പോൾ ചാരുവിൻ്റെ അടുത്ത് ചോദിച്ചാലും മനസ്സിലാവും. ലൈഫിൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു 80-90% ഓഫ് ദ ടൈമും ചിന്തകളും ക്രിക്കറ്റും ക്രിക്കറ്റിൻ്റെ ചുറ്റിലുമാണ്. അപ്പോൾ അത് ചെറിയ പ്രായത്തിൽ അത് ശീലമായി പോയി. പിന്നെ വലുതായപ്പോൾ അത് പിന്നെ ഒരു ഹാബിറ്റായി മാറി. പിന്നെ അത് നമ്മുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായി മാറി, ഒരു പാഷനായി മാറി, പിന്നെ ഒരു മോട്ടിവേഷനായി, ഇൻസ്പിറേഷനായി. പിന്നെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കളിച്ചാണല്ലോ, ബ്രോ ഉറപ്പായിട്ടും കളിച്ചാണ്. നമ്മൾ ആ രീതി തുടങ്ങിയതാണ്. നമ്മളെ വീട്ടിൽ ചേട്ടൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് തുടങ്ങിയാണ്. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് കൊള്ളാം, നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കോൺഫിഡൻസ്, പിന്നെ കളിക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കൂടെ കളിക്കുന്ന ആൾക്കാരുടെ ഇൻസ്പിറേഷനും. അപ്പോൾ അങ്ങനെ കളിച്ച് പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ക്രിക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒരു 5 വർഷം മുന്നോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷം മുന്നേ ഉള്ള സഞ്ജു സാംസൺ അല്ല ഇപ്പോൾ സഞ്ജു സാംസണായിട്ട് ക്രിക്കറ്ററായിട്ട് കളിക്കുന്നത്. അപ്പോൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലോട്ട് വളരെ സന്തോഷമുള്ള ഒരാളാണ്. അപ്പോൾ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ലൈഫിൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ക്രിക്കറ്റ് ആണ് ലൈഫ്. അത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ കുറേ ചോദിച്ചിട്ടുണ്ടാവും. ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്ത്? ക്രിക്കറ്റ് ആണല്ലോ ഇപ്പോൾ ജീവനും ശ്വാസവും ഒക്കെ. ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? അത് എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡൽഹിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നു. നമ്മൾ ചെറുപ്പം ഡൽഹിയിലായിരുന്നു. അച്ഛൻ ഫുട്ബോളറായിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ഫുട്ബോളറായി മാറായിരുന്നു, ചിലപ്പോൾ ഒരു ഡൽഹി പോലീസായി മാറായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇന്റർവ്യൂവിലൊക്കെ പറയും ഒരു IPS ആയി മാറുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന്. അപ്പോൾ ക്രിക്കറ്റ് തന്നെ കളിച്ച വലിയ സന്തോഷം.